ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം. മർക്കോസ് 5:30. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെടുവിച്ചപ്പോൾ യേശു ചോദിച്ച ചോദ്യമാണത്. 12 സംവത്സരമായിട്ടും രക്തസ്രവമുള്ള ഒരു സ്ത്രീയുടെ അസുഖം മാറാതെ പല വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും ഒരു ഭേദവുമില്ലാതെ ഇരിക്കുന്ന ആ അവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ കർത്താവിൽ നിന്നും ശക്തി പുറപ്പെടുവിച്ചപ്പോൾ ഉള്ള സന്ദർഭമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പിന്നീട് ആ സ്ത്രീ മുന്നോട്ട് വന്ന് യേശുവിനോട് കാര്യം പറഞ്ഞു. താൻ തന്നെയാണ് തൊട്ടത്. അപ്പോൾ അവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസം. ഈ സ്ത്രീയുടെ വിശ്വാസം എന്ന് പറയുന്നത്, യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ അവൾക്കൊരു വിടുതൽ വരും എന്നുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ദൈവത്തിൻ്റെ ശക്തിയെ ചലിപ്പിച്ചത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ഈ സ്ത്രീ വളരെ ചികിത്സിപ്പിച്ചിട്ടും ഭേദമാകാതെ വളരെ ഭാരപ്പെട്ട് 12 വർഷമായിട്ട് ഈ സ്ത്രീ ഈ രോഗവുമായിട്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അവളുടെ അകത്ത് ഒരു വിശ്വാസമുണ്ട്. ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് തൊട്ടാൽ, അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രമൊന്ന് തൊട്ടാൽ സൗഖ്യം വരും എന്നുള്ള അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസം ഏറ്റവും വലിയതായിരുന്നു. അപ്പോൾ യേശുവിനെ തൊടുന്നതിന് മുമ്പിട്ടുള്ളൊരു പ്രതികൂലം പുരുഷന്മാരുടെ വളരെയധികം തിക്കിത്തിരക്കുന്ന, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെയും പുരുഷാരത്തിൻ്റെയും സ്ത്രീകളുടെയും എല്ലാവരുടെയും തിക്കിത്തിരക്കുന്ന ഒരവസ്ഥ അവിടെ ഒരു പ്രതികൂലമായി ഉണ്ടായിരുന്നു. എങ്കിലും ആ സ്ത്രീ പ്രതികൂലത്തെ മറികടന്ന് ആ പ്രതികൂലത്തിൻ്റെ ഇടയിലൂടെ യേശുവിനെ തൊടുമ്പോൾ ആണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. അവളുടെ രോഗം സൗഖ്യമാകുന്നു. ദൈവശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസം, അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യമായിരിക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തിയെ ചലിപ്പിക്കുന്നത്? ദൈവത്തിലൂടെ അടിയുറച്ച വിശ്വാസം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ഇല്ല എങ്കിലും അവൻ്റെ ആത്മാവ് നമ്മളോടൊപ്പം ഉണ്ട്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആ ശക്തി നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ആ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ശക്തിയെ ചലിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വാസമുള്ളവരായിരിക്കണം. വചനം പറയും, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ ചലിപ്പിക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു. നമുക്കറിയാം, ദൈവത്തിൻ്റെ ശക്തിയെ ചലിപ്പിക്കുന്ന അവസ്ഥ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായി. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചുകൊണ്ട് ചെങ്കടലിന് മുന്നിൽ എത്തുമ്പോൾ, ചെങ്കടൽ പ്രതികൂലം കണ്ട് എല്ലാവരും നിലവിളിക്കുമ്പോൾ മോശയ്ക്ക് ദൈവത്തിനൊരു പ്രത്യാശയുണ്ട്. മോശയുടെ പ്രത്യാശ എന്ന് പറയുന്നത്, ദൈവത്തിന് സകലതും കഴിയും, ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. മോശ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ആ നിലവിളി കേട്ട് ഒരു കിഴക്കൻ കാറ്റ്
അടിപ്പിക്കുന്നു. ഈ കിഴക്കൻ കാറ്റ് അടിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്നതാണ്. ആ കിഴക്കൻ കാറ്റാണ് ചെങ്കടലിനെ പിളർത്തി രണ്ടാക്കിയത്. മോശയുടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടിയുള്ള യാചനയിൽ, ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ശക്തി ഒരു കിഴക്കൻ കാറ്റായി അടിച്ചു വരികയാണ്. ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിച്ചതാണ് മോശയുടെ ജീവിതത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്താൽ, മോശയുടെ അഭിഷേക ശക്തിയാൽ ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്നതായിട്ട് അവിടെ കാണുന്നത്. നമ്മളുടെ ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസം എന്നുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും മേഖലയിൽ ഭാരപ്പെടുന്നു എങ്കിൽ, ഒരു ജോലിയുടെ മേഖലകളിൽ, അല്ലെങ്കിൽ കടബാധ്യതയുടെ മേഖലകളിൽ, അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിൽ, സമൂഹത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു മേഖലയിലെ ഒരു തകർച്ച ഏതുമായിക്കോട്ടെ, നമ്മൾ വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവൻ ചലിപ്പിക്കും. എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവിനെ ചലിപ്പിക്കുന്നത്? നമ്മൾ ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കും. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുണ്ടെങ്കിൽ ആ ദൈവത്തോട് നമുക്ക് വിശ്വാസത്തോടുള്ള പ്രാർത്ഥിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്കിവിടെ എല്ലാം കാണുന്നത്, നമ്മൾക്ക് ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കാൻ കഴിയും. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ കാട്ടത്തിമരത്തോട് വേരോട് പോയി കടലിൽ പോയി വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഇതാണ് ദൈവശക്തിയെ ചലിപ്പിക്കുന്ന വാക്കുകൾ. ദൈവശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രധാനമായ കാര്യമാണ്. അതുപോലെ തന്നെ അതിന് ചില വാക്കുകളുണ്ട്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം. അതാ യേശു പറയുന്നത്. നിന്റെ ജീവിതത്തിനകത്ത് നീ വിശ്വസിച്ചുകൊണ്ട് എന്താണ് പറയുന്നത്, അതാണ് സംഭവിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്നത്. നമ്മളുടെ വിശ്വാസത്തോടുകൂടെയുള്ള വാക്കുകൾ, അത് ദൈവത്തിന്റെ തേജസ്സിനെ ചലിപ്പിക്കും, ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞാൽ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ പ്രതികൂലമായ മല പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ വിശ്വാസത്തോടെ അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറും. വിശ്വസിച്ചുകൊണ്ട് നീ ഒരു മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞാൽ അങ്ങോട്ട് നീങ്ങും എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു വലിയ പ്രതികൂലത്തോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. അതാണ് മലയെ നീക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്, നമ്മുടെ നല്ല പോസിറ്റീവായ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്നതിന് ആവശ്യമായത് പോസിറ്റീവായ ചില വാക്കുകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയിൽ നമ്മൾ രോഗത്തിലായിരിക്കുന്നു എങ്കിൽ, ആ രോഗത്തിന്റെ അവസ്ഥയിൽ നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ, വചനത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മളുടെ രോഗത്തിന് സൗഖ്യം ലഭിക്കും. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഒരു അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടെയുള്ള നമ്മുടെ വാക്കുകൾ നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കും. ദൈവശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസമുള്ളവരായിരിക്കണം നാം എന്നാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ചിന്ത. നമുക്ക് ഈ സ്ത്രീയുടെ വിശ്വാസത്തിലൂടെയും അതുപോലെ മോശയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച ആ കിഴക്കൻ കാറ്റടിച്ച സംഭവത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായി മാറണം. ദൈവത്തിന്റെ വചനത്തെ അല്ലെങ്കിൽ നമുക്ക് നിറയപ്പെടുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകും. കാരണം വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് വചനമാണ് അടിസ്ഥാനം. ഈ വചനം ജീവനും ആത്മാവുമാകുന്നു. ഈ വചനങ്ങൾ നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ ചലിപ്പിക്കുവാനുള്ള, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാനുള്ള ഒരു അധികാരം കിട്ടും. നമുക്കറിയാം കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിന്റെ ഒരു കഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ
ആ പ്രാർത്ഥനയെ തടയുന്ന 21 ദിവസം ഒരു പാർസി രാജ്യത്തിന്റെ പ്രഭു ദൈവദൂതനുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിന് ഉത്തരമായി ഒരു ദൂത് കൊണ്ടുവരുന്നതിന് തടസ്സമായി പാർസി രാജ്യത്തിന്റെ പ്രഭു ഈ ദൈവദൂതനോട് യുദ്ധം ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ മീഖായേൽ ഒരു സഹായത്തിനായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഈ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിൽ മീഖായേൽ സഹായത്തിനായിട്ട് വന്ന് ദാനിയേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പാർസി രാജ്യത്തിന്റെ പ്രഭു ഈ ദൂതനെ തടഞ്ഞെങ്കിലും എന്നാൽ തിരിച്ച് ആ പാർസി രാജ്യത്തിന്റെ പ്രഭുവിന്റെ ശക്തിയെ വെട്ടിത്തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പിന്നീട് ഈ ദൂതൻ വന്ന് ദാനിയേലിനോട് ആവശ്യമായ ദൈവിക സന്ദേശം കൊടുക്കുന്നു. അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞത് ആരാണ്? പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ചില സാത്താന്യ ശക്തികൾ ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു. അങ്ങനെ ദൈവദൂതൻ അതിനെ വെട്ടി, ആ പ്രതികൂലത്തിനെ വെട്ടി മാറ്റി ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിന് സന്ദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് തരുന്ന ദൈവിക നിഴൽ എന്ന് പറയുന്നത് ദൈവശക്തിയെ ചലിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ചില ശക്തികളുണ്ട്. അത് ചില പൈശാചിക അവകാശവാദങ്ങളാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് സാത്താന് എന്തെങ്കിലും അധികാരം പറയുന്ന ഒരവസ്ഥ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ സാത്താൻ അവകാശം പറഞ്ഞ് തടയുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരുപക്ഷെ വരാം. എന്നാൽ നമ്മളുടെ ദൈവികമായിട്ടുള്ള അടുപ്പം കാരണം ദൈവം ആ സാത്താന്യവാദങ്ങളെ വിട്ടു. അങ്ങനെ നമുക്ക് ആവശ്യമായി വിടുതൽ തരും. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാനിയേലിന്റെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പാർസി രാജ്യത്തിന്റെ പ്രഭു ദാനിയേലിന്റെ പ്രാർത്ഥന തടയാൻ പോയി എങ്കിൽ അതിനെ വെട്ടി അതിനെ അതിജീവിപ്പിച്ചതാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ചില അവകാശവാദങ്ങൾ, സാത്താന്റെ അവകാശവാദങ്ങൾ വാദിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ദൂതൻ അതിനെ വെട്ടാം, ദൈവം അതിനെ ഖണ്ഡിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ശക്തിയെ നശിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ ശത്രുവിനെ തോൽപ്പിച്ചിട്ടാണ് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് സാത്താൻ എന്തെങ്കിലും മേഖലകളിൽ നമ്മുടെ പ്രാർത്ഥന തടയാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഏതെങ്കിലും മേഖലകളിൽ ദൈവത്തിന് പ്രസാദമായിട്ട് ഇല്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അതിൽ സാത്താൻ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയെ അവകാശം പറഞ്ഞ് തടയാം. സാത്താൻ ദൈവസന്നിധിയിൽ വാദിക്കുന്നവനാണ്. എന്നാൽ ദൈവം അവന്റെ എല്ലാ വാദങ്ങളെയും വെട്ടി നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നൊരു വലിയ സന്ദേശമാണ്. അപ്പൊ ദൈവശക്തിയെ ചലിപ്പിക്കുന്നത് വിശ്വാസമാണെങ്കിൽ ആ ദൈവശക്തിയെ ചലിപ്പിക്കുന്ന ചലനത്തെ തടയുന്ന ചില സാത്താന്യ ശക്തികളുണ്ട്, ചില അവകാശവാദങ്ങളുണ്ട്. എന്നാൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നുവെങ്കിൽ അതിനെ ദൈവം മാറ്റി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ദൈവശക്തിയെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ളൊരു വലിയ പാഠമാണ് നമുക്ക് ദാനിയേലിന്റെ കഥയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആ സ്ത്രീയുടെ വിശ്വാസം. ആ വിശ്വാസത്തോടെ അവൾ തൊട്ടപ്പോൾ, അവൾ വിശ്വസിച്ച ആ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. ദൈവശക്തിയെ ചലിപ്പിക്കുന്ന വിശ്വാസം, അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ അകത്തു നിന്നെല്ലാം കിട്ടുന്ന ഒരു വലിയ സന്ദേശം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി ചലിക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.